ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൊയമ്പിൻ്റെ 34-ാം ദിവസം, ഏപ്രിൽ 14, 2025. ഇന്ന് നമുക്ക് ധ്യാനിക്കായിട്ട് കിട്ടിയിരിക്കുന്ന വിഷയം ക്രൂശിലെ സ്നാനം എന്നുള്ളതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, 34 ദിവസങ്ങൾ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ മനുഷ്യനാകുക എന്നതാണല്ലോ ഞങ്ങൾക്ക് പ്രധാനം. ഞങ്ങളൊരു പുതിയ മനുഷ്യനായി തീരുവാൻ തക്കവണ്ണം ഈ വചനങ്ങൾ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും തൊടുമാറാകണമേ. എല്ലാം യേശുവപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. അതിൽ നമുക്ക് 35 മുതൽ 41 വരെ ഒന്ന് വായിക്കാം. സബദിയുടെ മക്കളായ യാക്കോബ് യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്നു അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തനിമ മനസ്സിലാക്കുന്ന വേദഭാഗമാണിത്. മനുഷ്യർ സാധാരണ അധികാര സ്ഥാനത്തിനു വേണ്ടിയും വലിയവരാകുവാനും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം ക്രൂശിലെ ജീവിതമാണെന്നും കുരിശു വഹിക്കാതെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ക്രിസ്തീയ ജീവിതം ശുശ്രൂഷ ജീവിതമാണെന്നും ചെറുതാകലിൻ്റെയും ശൂന്യമാകലിൻ്റെയും ജീവിതമാണെന്നാണ് ഈ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിന് ഏറ്റവും അടുത്ത അപ്പോസ്തലന്മാരായിരുന്നു പത്രോസും യാക്കോബ് യോഹന്നാനും. ഇതിൽ യാക്കോബ് യോഹന്നാനും സഹോദരങ്ങളായിരുന്നു. അവർ യേശുവിനോട് ചോദിക്കുന്നത്, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ ഒരുത്തനെ എടുത്തും ഒരുത്തനെ നിങ്ങൾ വലത്ത് ഇരിപ്പാനുള്ള വരം നൽകണമെന്നാണ്. ഇവിടെ ഇതിനു മുമ്പുള്ള വേദവാക്യത്തിൽ യേശു തൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും പറ്റി പറയുന്നുണ്ട്. ഈ സഹോദരങ്ങൾ മരണത്തെപ്പറ്റി പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, ഉയർപ്പിനെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും. ഇവർ ഈ ചോദ്യം ചോദിപ്പാൻ മുമ്പേ ഡിസ്കസ് ചെയ്ത് കാണും. അതാണല്ലോ ഒരുമിച്ച് ഈ ചോദ്യം ചോദിക്കുവാനുള്ള കാരണം. ഈ ചോദ്യം ചോദിക്കുന്നത് യേശു ക്രൂശിൽ മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണെന്ന് ഓർക്കണം. ഇതുതന്നെയാണ് ഇപ്പോഴും ഈ ലോകത്തിൽ നടക്കുന്നത്. യേശു തൻ്റെ സ്വന്തം ജീവനെ നൽകി നമ്മുടെ രക്ഷയ്ക്കായി സ്വർഗത്തിലിരുന്ന് ദാഹിക്കുകയാണ് വിശുദ്ധിയുള്ള ആത്മാക്കൾക്ക് വേണ്ടി. അപ്പോഴും നമ്മുടെ കൺസേൺ ശിഷ്യന്മാരെ പോലെ അടുത്ത പൊസിഷൻ ആരാണ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ കുടിക്കുന്ന പാനപാത്രം എന്ന് പറയുന്നത് കുർബാനയാണ്, അത് സഹനമാണ്. സ്നാനം എന്ന് പറയുന്നത് മാമോദിസയാണ്, അതും സഹനമാണ്. എന്താണ് പാനപാത്രം? സങ്കീർത്തനം 116:13 പറയുന്നു, കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം നൽകും? രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സ്നാനം എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ പറയുന്നു, എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ സഹിച്ചതുപോലെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അവർ യാക്കോബ് യോഹന്നാനും പറഞ്ഞു, പറ്റും. അവരുടെ ജീവിതത്തിൽ അവർ എങ്ങനെയാണ് ക്രൂശ് വഹിച്ചതെന്ന് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ യാക്കോബാണ് യേശുവിന് വേണ്ടി ആദ്യം ശിഷ്യന്മാരിൽ കൊല്ലപ്പെടുന്നത്. യോഹന്നാൻ അപ്പോസ്തലന്മാരിൽ ലാസ്റ്റ് മരിക്കുന്നു. എല്ലാ പീഡനവും സഹിച്ച് അവസാനം വരെ സഹിച്ചു നിന്നാണ് മരിക്കുന്നത്. യോഹന്നാൻ 1, 2, 3 ലേഖനങ്ങളിൽ നമ്മൾക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ യോഹന്നാനോടും യാക്കോബിനോടും പറയുന്നത് സഭാജീവിതം കൂദാശ ജീവിതമാണ്. സ്ഥാനങ്ങൾ ഏൽക്കുമ്പോൾ കുരിശു വഹിച്ച് വിശുദ്ധരായി വിശ്വസ്തരോട് നിൽക്കണമെന്നാണ്. ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ അതൊരു പാഠമാക്കി മാറ്റണം.
ഒരു പാവം കുമ്പസരിച്ചു കഴിഞ്ഞാൽ പാവമില്ല, പിന്നെ പാഠമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെല്ലാം ഒരു പാഠമാക്കി യേശുവിൽ ആശ്രയിച്ച് ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും കുരിശുകളിലും വരുമ്പോൾ നാം പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, പതറിപ്പോകാറുമുണ്ട്, നിരാശരാകാറുമുണ്ട്. ഇതൊക്കെ നമ്മെ യേശുവിൻ്റെ ശിഷ്യരാക്കാൻ വേണ്ടിയാണ്. പൊന്നിൽ ശോധന ചെയ്യുന്നത് പോലെയാണ് നമ്മളെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു നല്ല ശിഷ്യനാക്കുവാൻ, ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ വേണ്ടി. 40-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? എൻ്റെ വലത്തും എടുത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നോ അവർക്ക് കിട്ടുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാം വരവ് സമയത്ത് ഇവരെക്കാൾ ശ്രേഷ്ഠരായവർ ഈ ലോകത്ത് ജനിച്ചിരിക്കാം. അത് തീരുമാനിക്കുന്നത് യഹോവയായ ദൈവമാണ്. ഇവിടെ മറ്റുള്ള ശിഷ്യന്മാർ നീരസപ്പെടുന്നതും കാണാം. അസൂയ പിശാചിൻ്റെ മുഖമാണ്. വിദ്വേഷം മൂലം അശുദ്ധരാകാതിരിപ്പാൻ നാം ശ്രദ്ധിക്കണം. 42 മുതൽ 45 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളിടയിൽ അങ്ങനെയരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരാകണം. നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാവർക്കും ദാസരാകണം. മനുഷ്യപുത്ര ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണ്. മദർ തെരേസ കൽക്കട്ടയുടെ തെരുവിലേക്ക് വന്നത് ഈ ഒരു സത്യം മനസ്സിലാക്കിയാണ്. അമ്മ പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നത്. മൊണോക്കോ ദ്വീപിലേക്ക് ഫാദർ ഡാനിയൽ ചെല്ലുന്നത് ഇത് മനസ്സിലാക്കിയാണ്. കുഷ്ഠരോഗികൾക്ക് വേണ്ടി സ്വന്തം ജീവനെയാണ് നൽകിയത്. നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരെ എങ്ങനെ ശുശ്രൂഷിക്കാൻ കഴിയും? അവരുടെ നിരാശകളിൽ ആശ്വാസമാകുവാനും അവരുടെ കഷ്ടതകളിൽ സഹായമാകുവാനും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. യേശു ഇവിടെ പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണണമെന്നാണ്. യേശു തന്നെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. 1 പത്രോസ് 5:5 പറയുന്നത് എന്താണ്? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അവരൊരു സ്ഥാനം കൊടുത്താൽ മതി. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങൾ അങ്ങനെയാകരുത്. മനുഷ്യൻ്റെ പാപത്തിനുള്ള മറുപടിയാണ് യേശുവിൻ്റെ ക്രൂശ് മരണമെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതുപോലെ 46 മുതൽ 50 വരെയുള്ള വചനങ്ങൾ, അവർ എരിഹോവിലെത്തി. പിന്നെ അവർ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികിയിരുന്നിരുന്നു. നസറേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ, യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും അവൻ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു ചാടി എഴുന്നേറ്റു യേശുവിൻ്റെ അടുക്കൽ വന്നു. ഇവിടെ സെബദി പുത്രന്മാരോടും ബർത്തിമായോടും യേശു ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? സെബദി പുത്രന്മാർ സ്ഥാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ബർത്തിമായി അവനോട് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. കൂടെ നടക്കുന്നവർ ചോദിക്കുന്നതാണ് ഈ കുരുടൻ ചോദിച്ചത് എന്താണ്? നമ്മളൊക്കെ ആണെങ്കിലും എപ്പോഴും കൂടെ നടക്കുന്നവരാണെങ്കിലും നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ജോലി, വീട്, മക്കളുടെ പഠിത്തം എന്നിവയാണ്. എന്നാൽ വഴിയെ പോകുന്നവർ ചിലപ്പോൾ മാനസാന്തരപ്പെട്ട് ആത്മീയമായിട്ട് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണാം. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇവിടെ കുരുടൻ ദാവീദ് പുത്ര എന്ന് ഉറക്കം നിലവിളിച്ചപ്പോൾ അവിടെ കുരുടൻ അത് രക്ഷയായി മാറുന്നതായി കാണാം. കരുണ തോന്നണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഏറ്റവും അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് ഈ കരുണ തോന്നണമേ അല്ലെങ്കിൽ കുറിയലായുസോം എന്ന് പറയുന്നത്. മറ്റുള്ളവർ അവനെ നിരുത്സാഹപ്പെടുത്തുന്നു, അവൻ പിന്മാറുന്നില്ല. നമുക്കും അതുപോലെ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അതിൽ നിന്നൊന്നും പിന്മാറരുത്. ഞാൻ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ യേശു ആ നിമിഷം തന്നെ അറിയുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് യേശുവിൻ്റെ ക്രൂശിലെ പാനപാത്രവും സ്നാനവും ഏൽക്കുവാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളാകുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ വചനത്തിൽ കൂടി കർത്താവ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ, അങ്ങയുടെ ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി കർത്താവ് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് ജീവനെ മറുവിലയായി തന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളോട് കരുണ തോന്നുമാറാകണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നുമാറാകണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. എല്ലാം യേശു അപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.